നമസ്കാരം. UDF തരംഗം ആഞ്ഞു വീശുന്ന ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന 3 ജില്ലകൾ തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും മാത്രമാവും. തിരുവനന്തപുരത്ത് പക്ഷേ CPM-ന്റെ നേട്ടത്തിന്റെ തിളക്കം കളയാൻ 2 സീറ്റുകളിൽ BJP വിജയിക്കുന്നത് വലിയ തിരിച്ചടിയായി മാറും CPM-നെ. BJP ജയിക്കുന്ന 2 മണ്ഡലങ്ങളിലും CPM 3-ാം സ്ഥാനത്താവും എന്നതും CPM-ന്റെ ഉറക്കം കെടുത്തുന്നു. BJPക്ക് കളിച്ചു പിടിക്കണമെങ്കിൽ CPM-ന് നേരെ ആഞ്ഞടിക്കണം എന്ന തിയറിക്ക് ഇത് അടിവരയിടും. അതിദയനീയമായി CPM പരാജയപ്പെടുകയും BJP 2 സീറ്റ് നേടുകയും ചെയ്താൽ CPM-കാരൊക്കെ കൂട്ടത്തോടെ BJP-യിലേക്ക് വരുന്ന സാഹചര്യം തന്നെയാവും രൂപപ്പെടുക. മലബാറിൽ ആഞ്ഞു വീശിയ തരംഗം ഇങ്ങ് കൊല്ലം വരെ തുടരും എന്നതിന് തെളിവുകളാണ് ഇപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്നത്. കണ്ണൂരിൽ പിടിച്ചു നിൽക്കുന്ന CPM തൃശ്ശൂരിലും പാലക്കാടും തിരുവനന്തപുരത്തും മാത്രമാണ് അന്തസ്സ് നിലനിർത്തുക. വയനാടും മലപ്പുറവും ഏതാണ്ട് പൂർണ്ണമായി തന്നെ CPM-ന് നഷ്ടപ്പെടും. കോഴിക്കോട് CPM കോട്ടകൾ തകരുകയും മഹാഭൂരിപക്ഷം സീറ്റുകളും UDF നേടിയെടുക്കുകയും ചെയ്യും. മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇടുക്കിയിൽ സമ്പൂർണ്ണ തോൽവിയായിരിക്കും CPM-നെ കാത്തിരിക്കുന്നത്. നിലവിൽ തൊടുപുഴ ഒഴികെ 4 മണ്ഡലങ്ങളും LDF-ന്റെ കയ്യിലാണ്. എന്നാൽ ഇക്കുറി പീരിമേടും ഉടുമ്പൻചോലയും ദേവികുളവും ഇടുക്കിയുമടക്കം 5 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നാണ് റിപ്പോർട്ട്. എറണാകുളത്ത് CPM-ന് ആകെ പ്രതീക്ഷയുള്ളത് വൈപ്പിൻ മാത്രമാണ്. കളമശ്ശേരിയിൽ മന്ത്രി P രാജീവടക്കം തോൽവി അടയുമ്പോൾ 13 സീറ്റെങ്കിലും UDF നേടുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പത്തനംതിട്ടയിലെ 5 സീറ്റിൽ CPM-ന് ഉറച്ച വിജയ പ്രതീക്ഷ കോന്നി മാത്രമാണ്. റാന്നിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തിരുവല്ലയിൽ ദീർഘകാലമായി MLA ആയ മാത്യു ടി തോമസ് ഇക്കുറി അതിദയനീയമായി പരാജയപ്പെടും. കേരള കോൺഗ്രസ് ജോസഫിന്റെ വർഗീസ് മാമൻ ബഹുദൂരം മുന്നിലാണ്. കോട്ടയത്തെ വൈക്കവും കാഞ്ഞിരപ്പള്ളിയും ഒഴികെ ബാക്കി 7 മണ്ഡലങ്ങളിലും UDF-ന്റെ മുന്നേറ്റമായിരിക്കും. നേരത്തെ പാലായിൽ ജോസ് കെ മാണി വിജയിക്കുമെന്നായിരുന്നു റിപ്പോർട്ടെങ്കിലും ഇപ്പോൾ ബഹുദൂരം മുന്നിലാണ് UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. 2-ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഷോൺ ജോർജും ജോസ് കെ മാണിയും തമ്മിൽ പോരടിക്കുന്നത്. LDF-ന്റെ സിറ്റിംഗ് സീറ്റ് കാഞ്ഞിരപ്പള്ളിയിൽ UDF വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. സിറ്റിംഗ് MLA ആയ സെബാസ്റ്റ്യൻ കുളത്തെങ്കൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. മലബാറിൽ തുടങ്ങിയ UDF കൊടുങ്കാറ്റ് കൊല്ലത്തും ആലപ്പുഴയിലും ഉണ്ടാക്കുന്ന അനുരണനങ്ങളാണ് CPM-ന്റെ ഉറക്കം കെടുത്തുന്നത്. കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത കോൺഗ്രസ് പാർട്ടി ഇക്കുറി ബഹുദൂരം മുന്നിലാണ്. കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് കൊല്ലത്ത് UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ. ആകെയുള്ള 11 സീറ്റിൽ പുനലൂരും ചാത്തന്നൂരും ഇരവിപുരവും ഒഴികെ ബാക്കി 8 സീറ്റുകളും ഇക്കുറി UDF നേടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ചടയമംഗലത്തായിരിക്കും ഏറ്റവും വലിയ അട്ടിമറി നടക്കുക. മന്ത്രി ചിഞ്ചു റാണിയെ തോൽപ്പിച്ച് നസീർ വിജയിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ചവറ, ഇരവിപുരം, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം എന്നിവയും UDF പിടിച്ചെടുക്കും. കൊല്ലത്ത് അക്ഷരാർത്ഥത്തിൽ UDF-ന്റെ വമ്പൻ മുന്നേറ്റമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയെന്ന് കണക്കാക്കപ്പെടുന്ന പുന്നപ്ര വയലാർ സമരത്തിന്റെ നെടുനായകത്വം വഹിച്ച ആലപ്പുഴയിൽ നിന്നും CPM കേൾക്കുന്നത് ഒട്ടും ശുഭകരമായ വാർത്തയല്ല. 9 സീറ്റുള്ള ആലപ്പുഴയിൽ ഇപ്പോൾ UDF-ന് ആകെയുള്ളത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ സീറ്റ് മാത്രമാണ്. എന്നാൽ ഇക്കുറി CPM-നെ ഉറപ്പിച്ചു കിട്ടും എന്ന് പറയാൻ പറ്റുന്ന 2 മണ്ഡലങ്ങൾ ചെങ്ങന്നൂരും മാവേലിക്കരയും മാത്രമാണ്. ചേർത്തലയിലും ആലപ്പുഴയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആർക്ക് വേണമെങ്കിലും ജയിക്കാവുന്ന സാഹചര്യം. എന്നാൽ ബാക്കി 5ഇടത്തും UDF വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞു. ഹരിപ്പാടിന് പുറമെ അരൂര്, കായംകുളം, കുട്ടനാട്, അമ്പലപ്പുഴ എന്നിവ UDF ഉറപ്പിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും അധികം ഞെട്ടലുണ്ടാക്കുന്നതും ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ടായിരിക്കും. CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ G സുധാകരൻ പാർട്ടിയോട് പിണങ്ങി അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തോൽക്കണം എന്ന് CPM ആഗ്രഹിക്കുന്നത് സ്വാഭാവികം. CPM മെഷീനറി ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ G സുധാകരൻ ജയിക്കുമെന്നാണ് റിപ്പോർട്ട്. G സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ഗുണമാണ് കായംകുളത്തും കുട്ടനാടും പ്രതിഫലിക്കുന്നത്. കായംകുളത്ത് U പ്രതിഭയെ വലിയ ഭൂരിപക്ഷത്തിൽ M ലിജു അട്ടിമറിക്കുമ്പോൾ കുട്ടനാടിലെ മുതലാളി സ്ഥാനാർത്ഥി തോമസ് കെ തോമസിനെ നിഷ്പ്രഭനാക്കും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. G സുധാകരന്റെ മാറ്റം തന്നെയാവും ആലപ്പുഴയിലെ CPM കോട്ടകൾ തച്ചുടയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് UDF-ന് ആകെയുള്ളത് കോവളം മണ്ഡലം മാത്രമാണ്. 14 മണ്ഡലങ്ങളോ തിരുവനന്തപുരത്തെ കഴക്കൂട്ടവും നിയമവും ഇക്കുറി BJP കൊണ്ടുപോകും. CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ജയിക്കുന്നതിനേക്കാൾ നാണക്കേടും തിരിച്ചടിയും ഇതുതന്നെയാവും. 2ഇടത്തും CPM പ്രതിനിധികളാണ് സിറ്റിംഗ് MLA-മാർ. കോവളം നിലനിർത്തുന്നതിനൊപ്പം വട്ടിയൂർക്കാവും തിരുവനന്തപുരവും UDF ഉറപ്പിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരനും തിരുവനന്തപുരത്തെ CP ജോണും കോവളത്തെ വിൻസെന്റും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അരുവിക്കരയിലും കാട്ടാക്കടയിലും
നെയ്യാറ്റിൻകരയിലും UDF വിജയം പ്രതീക്ഷിക്കുന്നു. മുൻ മന്ത്രിയും മുൻ MP-യുമായ ശിവകുമാർ അരുവിക്കരയിൽ ജയിക്കുമെന്ന് കണക്കാക്കുമ്പോൾ CSI വോട്ടുകളുടെ ബലത്തിൽ CPM-ന്റെ G. സ്റ്റീഫൻ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ശക്തൻ നാടാർ നെയ്യാറ്റിൻകരയിൽ സിറ്റിംഗ് MLA അൻസലിനെ അട്ടിമറിക്കുമെന്ന് കണക്കാക്കുന്നവരുണ്ട്. IB സതീഷിനെ തോൽപ്പിച്ച് മറ്റൊരു CSI സ്ഥാനാർത്ഥിയായ ബൈജു ജയിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ഈ 3 സീറ്റിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എന്നാൽ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, പാറശാല, വാമനപുരം, വർക്കല എന്നീ മണ്ഡലങ്ങൾ LDF നിലനിർത്തിയേക്കും. ചുരുക്കി പറഞ്ഞാൽ മലബാറിലെ പിണറായിസ്റ്റ് വിരുദ്ധ കൊടുങ്കാറ്റ് ഇങ്ങ് കൊല്ലം വരെ ഇക്കുറി വീശുകയും CPM കോട്ടകൾ കടപുഴുകി വീഴുകയും ചെയ്യും എന്നർത്ഥം.